FCRA നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന നീക്കം ക്രിസ്ത്യൻ സഭകളുടെ സ്ഥാപനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മലയാളിയും സീനിയർ മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ ബിനീഷ് തോമസിന്റെ ലേഖനം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായി. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ തങ്ങളുടെ പ്രസംഗത്തിൽ ഡോക്ടർ തോമസിന്റെ ചില ഉദ്ധരണികൾ പരാമർശിച്ചതായി തന്നെ റിപ്പോർട്ടുകളിൽ പറയുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സിവിൽ സൊസൈറ്റി സംഘടനകൾക്കും മതസ്ഥാപനങ്ങൾക്കും FCRA നിയമത്തിലെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ലേഖനം നിയമപരമായ ചർച്ചകൾക്കും സാമൂഹിക നിരീക്ഷണങ്ങൾക്കും പുതിയ ദിശ നൽകുന്നുവെന്നതാണ് വിലയിരുത്തൽ. ലേഖനത്തിന്റെ പ്രസിദ്ധ ഭാഗങ്ങളിലേക്ക്. ലേഖനത്തിൽ ഡോക്ടർ ബിനീഷ് തോമസ് കേന്ദ്ര സർക്കാരിന്റെ FCRA നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. സർക്കാർ ഈ നിയമ ഭേദഗതികളുടെ ലക്ഷ്യം സുതാര്യവും ദേശീയ സുരക്ഷയും ഉറപ്പാക്കുകയാണ് എന്നത് വ്യക്തമാക്കുമ്പോഴും പ്രായോഗികമായി ഇത് ക്രൈസ്തവ ന്യൂനപക്ഷ സംഘടനകളെ കൂടുതൽ ബാധിക്കുന്നു എന്നതാണ് പലരുടെയും അഭിപ്രായം. ദശാബ്ദങ്ങളായി കത്തോലിക്ക പുരോഹിതരും സന്യാസികളും ഉൾപ്പെടുന്ന ക്രൈസ്തവ മിഷണറിമാർ രാജ്യ നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നു എന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിലെയും പിന്നോക്ക മേഖലകളിലെയും സ്കൂളുകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, കുഷ്ഠരോഗ കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ വിദേശ സഹായം ഉപയോഗിച്ച് സ്ഥാപിക്കപ്പെട്ടു. ഈ സ്ഥാപനങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സേവനം നൽകി. പ്രധാന ഭേദഗതികളും അവയുടെ പ്രതിഫലനങ്ങളും. ഒന്നാമതായി തന്നെ നിർബന്ധിത FCRA പുതുക്കലും കർശന പരിശോധനയും. ഇപ്പോൾ സംഘടനയ്ക്ക് കർശന പരിശോധനയോടെ ലൈസൻസ് പുതുക്കണം. പുതുക്കൽ നിഷേധിക്കപ്പെട്ടാൽ വിദേശ ഫണ്ടുകൾ ഉടൻ നിലയ്ക്കും. ഗ്രാമപ്രദേശങ്ങളിൽ സ്കൂളുകളും ആശുപത്രികളും നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് ഗുരുതരമായ പ്രവർത്തന പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. രണ്ടാമതായി വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനുള്ള നിരോധനം. വലിയ സ്ഥാപനങ്ങൾ ചെറു സംഘടനകൾക്ക് ഫണ്ട് കൈമാറുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ സാമൂഹിക സേവന സംവിധാനം പലപ്പോഴും ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഭേദഗതി ഗ്രാമീണ പദ്ധതികളെ തകർക്കുക എന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. മൂന്നാമതായി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവുകൾക്ക് 20% പരിധി സ്ഥാപനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ ജീവനക്കാർ, പരിശീലനം, പരിപാലനം തുടങ്ങിയ ചെലവുകൾ നിർബന്ധമായവയാണ്. 20% പരിധി ഈ സേവനങ്ങളുടെ നിലവാരം കുറയ്ക്കാൻ മാത്രമല്ല അത് ഇടയാക്കുന്നു. നാലാമതായി തന്നെ ന്യൂഡൽഹിയിലെ SBI ശാഖയിലെ നിർബന്ധിത അക്കൗണ്ട്. എല്ലാ ഫണ്ടുകളും ന്യൂഡൽഹിയിലെ നിർദ്ദിഷ്ട ബാങ്ക് അക്കൗണ്ടിലൂടെ തന്നെ കൈകാര്യം ചെയ്യണം. ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾക്ക് ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. അഞ്ചാമതായി തന്നെ ലൈസൻസ് സസ്പെൻഷനും ഫണ്ട് ഉപയോഗത്തിലെ നിയന്ത്രണങ്ങളും. ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ ഫണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് അനാഥ കുട്ടികൾക്കും മറ്റു ദുർബല വിഭാഗങ്ങൾക്കും നേരിട്ട് ബാധിക്കുന്നു. ആറാമതായി തന്നെ ആസ്തികളുടെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം. വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ ആസ്തികളുടെ നിയന്ത്രണം എന്താകുമെന്നതിൽ വ്യക്തതയില്ല. ഇത് സ്ഥാപനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ചരിത്രപരമായ സംഭാവന. ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഗ്രാമീണ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തിലും വലിയ പങ്ക് വഹിച്ചു. സർക്കാർ സംവിധാനങ്ങൾ എത്താത്ത ഇടങ്ങളിൽ ഇവ വിദ്യാഭ്യാസവും ചികിത്സയും എത്തിച്ചു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉയർന്ന നേതാക്കൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നാണ് വളർന്നത്. അനാഥരായ കുട്ടികൾക്കും പ്രത്യേകിച്ച് പീഡനത്തിനിരയായ പെൺകുട്ടികൾക്കും കത്തോലിക്ക സന്യാസികൾ നടത്തുന്ന കേന്ദ്രങ്ങൾ സുരക്ഷയും വിദ്യാഭ്യാസവും മാനസിക പിന്തുണയും നൽകുന്നു. ന്യൂനപക്ഷ സമൂഹത്തിന്റെ ആശങ്കകൾ നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമാണെങ്കിലും പ്രായോഗികമായി ഇത് ക്രൈസ്തവ സേനാ സംഘടനകളെ കൂടുതലായി തന്നെ ബാധിക്കുന്നു എന്നതാണ് സമൂഹത്തിന്റെ അഭിപ്രായം. വിദേശ സഹായം സാമൂഹിക സേവനത്തിനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നും അവർ പറയുന്നു. ഇത്തരം നിയന്ത്രണങ്ങൾ മൂലം സിവിൽ സമൂഹത്തിന്റെ പങ്ക് കുറയ്ക്കുകയും പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ കുറയ്ക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. FCRA ചർച്ച സുതാര്യവും സാമൂഹിക സേവനവും തമ്മിലുള്ള സംഘർഷത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഉത്തരവാദിത്തം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അത്യധികം നിയന്ത്രണങ്ങൾ ദശാബ്ദങ്ങളായി തന്നെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താൻ ഇടയാക്കും. സുതാര്യതയും സേവനവും തമ്മിൽ തുല്യത പുലർത്തുന്ന ഒരു സമതുലിത സമീപനം ആവശ്യമാണ്.
വിദ്യാഭ്യാസം, ആരോഗ്യം, മനുഷ്യസ്നേഹം എന്നിവയുടെ പാരമ്പര്യം നിലനിർത്താൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ഡോക്ടർ ബിനീഷ് തോമസ് തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.